ആത്മാക്കൾക്ക് പ്രണയമുണ്ട്. നമ്മൾ ഈ കലണ്ടറിൽ നിന്ന് ദേവീദേവന്മാർ കിരീടമൊന്നും ഇല്ലാതെ ഇറങ്ങി വന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഒരു സ്ത്രീയാണ്. ആ സോളിന് വേണ്ടി ഒരു ചെയർ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇടാൻ പറഞ്ഞു, സോളിന് വേണ്ടി മാത്രം. ആ സ്ത്രീയുടെ അടുത്ത് ഞാൻ പറഞ്ഞ്, നിങ്ങൾ കണ്ണ് തുറക്കണ്ട, കണ്ണ് തുറക്കാതെ 3 പ്രാവശ്യം ആ പായസം അതിലേക്ക് ഒഴിക്കാൻ പറഞ്ഞു. അതിൽ നടുക്ക് ഇരുന്ന വിളക്ക് അങ്ങനെ. ചിലരുടെ അനുഭവങ്ങൾ നിഗൂഢതകൾ നിറഞ്ഞതാണ്. ആ നിഗൂഢത പലപ്പോഴും അവർ സമൂഹത്തിനോടോ നമ്മുടെ സുഹൃത്തുക്കളോടോ സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നോർമലല്ല എന്ന് പറയും. പക്ഷേ അവർ അറിഞ്ഞ സത്യങ്ങൾ അത് നമ്മുടെ വിശ്വാസങ്ങൾക്ക് അപ്പുറമായിരിക്കും. അത്തരം സത്യങ്ങളുടെ പുറകെ പോയ ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. അങ്ങനെ ഒരു സത്യത്തെ തേടിപ്പോയ ഒരാളാണ് നമ്മോടൊപ്പം ഇന്ന് ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വേണു അടുവത്ത്. സ്വാഗതം ചേട്ടൻ. നമസ്കാരം. എന്തുകൊണ്ടാണ് അങ്ങ് ഈ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം? കൗതുകം തന്നെയാണ്, പിന്നെ ഒരു അറിവ്. കാരണം എന്താ ആൾക്കാർ ഇതിനെക്കുറിച്ചൊരു ഇതുണ്ട്, ഇല്ല ഉണ്ട് എന്നുള്ള 2 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇല്ല എന്ന് പറയാനൊക്കെ എളുപ്പമാണല്ലോ, എല്ലാ കാര്യവും ഇല്ല എന്ന് പറയാൻ ഒറ്റ വാക്കിൽ നിൽക്കും. പക്ഷേ ഇത് കണ്ടെത്താനാണ് നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയതും അതിലോട്ട് ഇറങ്ങണമെന്നുള്ളൊരു ചിന്താഗതി വന്നത്. അങ്ങിപ്പോൾ എന്ത് ഉപജീവനമാർഗം എങ്ങനെയാണ്? ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഹാൻഡിക്രാഫ്റ്റ് വർക്കറാണ്. അതാണ് എൻ്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇത് എൻ്റെ ഉപജീവന മാർഗം അല്ല, ഇതെൻ്റെ ഒരു ഇഷ്ടമാണ്. ഈ മരിച്ച എല്ലാ ആത്മാക്കളും ഈ ഭൂമിയിലുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ദിനം പ്രതി മനുഷ്യരിവിടെ ജീവിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു. ഈ ജനിക്കുന്നത് പോലെ തന്നെയാണ് ആത്മാക്കളും ഇവിടെ പുതിയ ശരീരം എടുക്കുന്നുമുണ്ട്, എടുക്കാതെ അലയുന്നുമുണ്ട്. അലയുന്ന ആത്മാക്കളുണ്ട്. അലയുന്ന ആത്മാക്കളെയാണ് കൂടുതലും നമുക്ക് കാണാൻ കഴിയുക. അങ്ങ് ഇതെങ്ങനെയാണ് ഈ ആത്മാക്കളുമായിട്ട് സംവദിക്കുന്നത്? 2-3 രീതികളുണ്ട് അതിൽ. ഇതിനാവശ്യം മെഡിറ്റേഷൻ ആവശ്യമാണ്. മനസ്സിനെ ഏകാഗ്രതമാക്കിയെടുക്കണം. ആ ഒരു മെഡിറ്റേഷൻ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ദൃശ്യമാകാത്ത ചില കാര്യങ്ങൾ, കേൾക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കേൾക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് അത്യാവശ്യമായിട്ടുള്ളത് ഒരു മെഡിറ്റേഷൻ, ഒരു ധ്യാനം. ആത്മാക്കളുമായിട്ട് ചേട്ടൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അത് പല രീതികളുണ്ട്. ഒന്ന്, ഒരു ഹിപ്നോതെറാപ്പി പോലെ ആക്കിയിട്ട് ബോഡിയിലേക്ക് കയറ്റി നിർത്തി സംസാരിപ്പിക്കുക. മറ്റൊന്ന് ഒയ്ജ ബോർഡ് പോലെയുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുക. പിന്നെ ഓട്ടോ റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. എന്താണ് ഈ ഓട്ടോ റൈറ്റിംഗ്? ഓട്ടോ റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഒയ്ജ ബോർഡിൻ്റെ മറ്റൊരു രീതിയാണ്. ഒയ്ജ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അക്ഷരങ്ങളിലേക്ക് കോയിൻ പാസ് ചെയ്താണ് മൂവ് ചെയ്യുന്നത്. ഇതല്ല, ഇത് പേനയും പേപ്പറും ഉപയോഗിച്ച് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ മെമ്മറിയിലൂടെ തന്നെയാണ് അവരുടെ സന്ദേശം നമ്മളിലേക്ക് തരുന്നത്. ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ ഈ പേന നീങ്ങും, മൂവ് ചെയ്യും. നമ്മൾ മൂവ് ചെയ്യിപ്പിക്കണ്ട. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന എന്ത് ചോദ്യത്തിനും അവർ ഉത്തരം പറയുമോ? എന്ത് ചോദ്യത്തിനെന്നോ നമുക്ക് എന്തും ചോദിക്കാം അവരോട്. പക്ഷേ എന്ത് ഉത്തരം തരണമെന്ന് അവർ ചിന്തിക്കണം. ചേട്ടനിപ്പം അടുപ്പം തോന്നിയ ഒരു ആത്മാവ്, എപ്പോഴും വെളിപ്പുറത്ത് വരുന്ന ആത്മാവ്, അങ്ങനെയൊന്നുണ്ടോ? പല ആത്മാക്കളും അത്തരം രീതിയിലേക്ക് നമ്മളിലേക്ക് അടുക്കുന്നവരാണ്. പക്ഷേ എല്ലാവരെയും നമുക്ക് കൂടുതലായിട്ട് അടുത്ത് നിർത്താനും പറ്റില്ല. എന്താണ് കാരണം? കാരണം അവരുടെയൊക്കെ സ്വഭാവങ്ങൾ 6 പേരുണ്ടെങ്കിൽ 6 പേരുടെ സ്വഭാവ രീതികളും അവസ്ഥകളും വളരെ വ്യത്യാസമാണ്. ചിലതൊന്നും നമുക്ക് അവരെ കൊണ്ട് നടക്കാനോ അവരെ എപ്പോഴും വിളിക്കാനോ പറ്റാത്ത ഒരു ആത്മാക്കളാണ് പരിഹാരം പറയുന്നത്. ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആത്മാക്കൾ തന്നെ വേണമെന്നില്ല ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാനായിട്ട്. നമുക്ക് തന്നെ അവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു യുക്തിയിൽ നമുക്ക് തോന്നും അത് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അത് ക്ലിയർ ആകും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡൗട്ട് എന്തെങ്കിലും തോന്നണമെങ്കിൽ മാത്രം നമ്മളെ മീഡിയ എന്ന് പറയുന്ന ആ സോളിനോട് നമുക്ക് ചോദിക്കാം. ഒരു വ്യക്തിയുടെ ദേഹത്ത് ഒരു ദുരാത്മാവ് കയറി വ്യക്തിയെ രക്ഷിക്കാനായിട്ട് ചേട്ടൻ അവിടെ പോവുകയും എന്തെങ്കിലും ചില സ്ഥലങ്ങളിൽ നമ്മളെ വിളിക്കാറുണ്ട്. ഭാഗികമായി ആ വീട്ടിനകത്ത് പെട്ടെന്ന് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പിന്നെ അവർ ചിലപ്പോൾ ചില ജ്യോതിഷന്മാരുടെ അടുത്ത് പോയിട്ടുണ്ടാവാം. ലാസ്റ്റ് കണ്ടീഷനാണ് നമ്മളടുത്ത് വരുന്നത്, അവസാന നിമിഷമാണ് വരുന്നത്. രക്ഷിക്കാറുണ്ടോ? കാരണം നമ്മൾ ഈ പൂജ വഴി സഞ്ചരിക്കാത്തത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് നമ്മളെ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല.
വരുമ്പോൾ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് അത് അറിയാൻ പറ്റും. അതൊരു മനസ്സിൻ്റെ താളപ്പഴയാണോ അവിടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും മാനസികമായിട്ടുള്ള ഒരു സൈക്കിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ വീട്ടിനകത്ത് പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടെന്നുള്ള ഒരു തോന്നൽ വന്നെന്ന് വരാം. അതല്ല, അത് ബാധയാണെങ്കിൽ നമുക്കത് അറിയാൻ കഴിയും. അത് അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ചേട്ടാ സെൻസ് ചെയ്യുന്നത്? അവിടെ ചെല്ലുന്ന സമയത്ത് അതിലാരെങ്കിലും ഒരാൾ നമ്മളെ റിയാക്ട് ചെയ്യും. എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? അത് പല രീതിയിലും ആവാം. അത് ചീത്ത വിളിച്ചെന്ന് പറയാം, എന്തിനു വന്നെന്ന് ചോദിക്കും. ഒരു പരസ്പര നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ ഒക്കെ സംസാരിച്ചെന്ന് വരാം. അത് അവിടെ ചെന്ന് നമ്മളടുത്ത് മാത്രമേ അതുണ്ടാവുള്ളൂ. അവർക്ക് ഈ വിരട്ടലൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അകന്നു പോകില്ല, അടുക്കാൻ ശ്രമിക്കും അവരുമായിട്ട്. ഈ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അകലാൻ ശ്രമിക്കും നമ്മളിൽ നിന്നും. നോട്ടം കൊണ്ടും ശരീരം കൊണ്ടും അവർ ദൂരെ മാറാനായിട്ട് ശ്രമിക്കും. ആ സമയം നമുക്കറിയാം ഇത് ശരിയായ ആളല്ല, അത് മറ്റൊരാളുടെ പ്രസൻസ് അയാളിലുണ്ട് എന്നുള്ളത്. ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റില്ല, നമ്മളെപ്പോലെ ശരീരമില്ല. പക്ഷെ അവർ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമ്മൾ നടത്തിയാൽ അവർക്കത് കിട്ടി എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? അത് ബോഡിയിൽ വരുന്ന ഒരാളാണെങ്കിൽ അയാൾ പറയും, അവർക്ക് അത് തൃപ്തിയായി എന്നുള്ള രീതിയിൽ തന്നെ അവർ പറയും. ബോഡിയിലില്ലാത്ത ഒരാളാണെങ്കിൽ ബോഡിയിലില്ലാത്തതാണെങ്കിൽ ഞാൻ ഓട്ടോ റൈറ്റിംഗ് മെത്തേഡിലാണ് നോക്കുന്നത്. ഓട്ടോ റൈറ്റിങ്ങിലാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് അവർക്ക് എന്താണോ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയും. അവർക്ക് ചിലപ്പോൾ ആഹാരത്തിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ വസ്ത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ധനമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പോൾ കിട്ടാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും. ഇതൊക്കെ ഭൗതിക സംഭവങ്ങളാണ്. ഒരു ആത്മാവിന് ഈ ഭൗതികത എന്നുള്ള അവസ്ഥയുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ആഗ്രഹം അടിയുറച്ച ആഗ്രഹമായിരിക്കാം. അത് ചിലപ്പോൾ അത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കിട്ടാതെ ഇരിക്കുകയോ, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന സമയത്ത് കിട്ടുന്ന സമയത്ത് ധാരാളം ഉപയോഗിച്ചിട്ടുള്ളവരോ, അത് തന്നെ ഇഷ്ടമുള്ളവരോ. ഇപ്പോൾ അതിന് മദ്യം കഴിച്ചു നിന്നാലും ചില ആൾക്കാർ പലതരം മദ്യം ഉണ്ടെങ്കിലും ഒരു ബ്രാൻഡ് മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ്. എത്ര മറ്റ് ബ്രാൻഡുകൾ കൊണ്ട് വെച്ചിരുന്നാലും ഇത് മാത്രമേ അവരെടുക്കുകയുള്ളൂ, അല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് അവർക്ക് മരിച്ചു കഴിയുമ്പം അവർക്ക് പ്രിയപ്പെട്ടത് എന്താണോ അത് അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് അവർ മറ്റുള്ളവരിലേക്ക് അത് ഇഞ്ചെക്റ്റ് ചെയ്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കും. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ആത്മാക്കൾക്ക് പ്രണയമുണ്ടോ? അങ്ങനെ പ്രണയിക്കുന്ന ആത്മാക്കളുണ്ടോ? 2 കമിതാക്കൾ, അതിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ പ്രണയം അങ്ങനെ നിൽക്കുമോ? അതൊരു എനർജിയാണല്ലോ. ആ എനർജിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു സത്താണ് ഈ ചിന്തകളെന്ന് പറയുന്നത്. അത് ഒരിക്കൽ തിരുവനന്തപുരത്ത് തന്നെ ഒരിടക്കാലത്ത് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. അതായത് അവരിവിടത്തുകാരല്ല, അവർ കർണാടക സ്വദേശിയാണ്. അവരിവിടെ വന്നിട്ട് വർഷങ്ങളോളമായി. പക്ഷേ അവരുടെ പേരൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. പിന്നെ രഹസ്യമായിട്ട് വേണമെങ്കിൽ അവരുടെ നമ്പരൊക്കെ തരാം, പോയി വേണമെങ്കിൽ അന്വേഷിക്കാം. ഒരു വീട്ടിനകത്ത് ഒരു സോളിൻ്റെ പ്രസൻസ് ഉണ്ട്, അത് അവർ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെ ഇരിക്കുന്നു? അത് അവർ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയ്ഡാണ്, ഒരു ഷാഡോ, ഒരു കറുത്ത ഇരുളം നിഴലാണ്. അത് ഏതാണ്ട് ഒരു 6 അടിയോളം ഹൈറ്റിൽ നല്ല ഒരു വ്യാസത്തിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഒരു കുറ്റി പോലെ, ഒരു ഡൂം പോലെ ഇങ്ങനെ. അതാണ് അവർ പറയുന്നത്. അത് വീട്ടിനകത്ത് ഇങ്ങനെ പാസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് വരുന്ന സമയം അവരുടെ ബെഡ്റൂമിലേക്ക് ആ സ്ത്രീയുടെ ബെഡ്റൂമിൽ ചെന്ന് കയറുന്ന ഒരവസ്ഥ. ഇത് ആ സ്ത്രീ മാത്രമാണോ ആ വീട്ടിൽ കാണുന്നത്? അല്ല, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എല്ലായിടത്തും ചോദിച്ചു. 3-4 പേരുണ്ട് കുടുംബം. അവരുടെ അടുത്തെല്ലാം ചോദിച്ചു ഇതെങ്ങനെയാണ് കാണുന്നത്, എപ്പോഴൊക്കെയാണ് കാണുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് വീട്ടിൽ പ്രത്യേകിച്ച് വേറെ ആരും ഇല്ല എന്നൊരു തോന്നൽ അവസ്ഥ വരുമ്പോഴാണ് ഇത് കാണുന്നത്. ഒരു 10-14 വയസ്സുള്ള ഒരു മകൾ, ആ കുട്ടി ഇപ്പോൾ വിവാഹം കഴിച്ചു, ആ കുട്ടി വരാത് കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് അങ്ങനെ ആ കുട്ടി എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ അതിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു ടെൻഡൻസി തോന്നിയത്. ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് പേടിയാണ്. കാരണം ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ വന്ന് ചുറ്റി നിൽക്കും ഈ ഇരുളം. അത് കഴിഞ്ഞ് ബെഡ്റൂമിൽ ചെന്ന് കയറി കിടക്കാൻ നേരത്ത് അവിടെ ഈ ഒരു ഇരുളം ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ വേറെ ആരും ഇത് കണ്ടിട്ടില്ല അവിടെ. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, ഇങ്ങനെ ആ വീടിൻ്റെ പരിസരത്ത് ഒരു തൂങ്ങി മരണം നടന്ന ഒരു കാര്യം ഞാൻ റീഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്ദേശം ഞാൻ അവരടുത്ത് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുരുഷൻ ഇവിടെ, ഒരു പയ്യൻ മരിച്ചിട്ടുണ്ട്. ആ മരിച്ച ഇന്ന കാരണത്തിലാണ് മരിച്ചത്. ആ വീട്ടിൽ തന്നെയാണോ? ആ വീട്ടിലല്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ്. ആ വീട് അവർ അന്ന് താമസം
വന്നിട്ട് ഏതാണ്ട് 9 വർഷമേ ആവണുള്ളൂ. ആ 9 വർഷത്തിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അത് നടന്നിരിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ ഇവർക്കറിയില്ല ആ ഒരു സംഭവം. പിന്നെ ഇവരൊരു അന്യദേശക്കാരായതുകൊണ്ട് ഇവർക്ക് ആ പരിസരമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, കഥകളെക്കുറിച്ചും അവർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇത് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്, നിങ്ങളതൊന്ന് അന്വേഷിച്ചിട്ട് വാ, നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത് അന്വേഷിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, അങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ അവരെ കാണിക്കുക, എന്നിട്ട് അത് ഉറപ്പാക്കുക. അവർ ഏതാണ്ട് തിരുവനന്തപുരത്തും മറ്റ് സ്ഥലത്തുമുള്ള സൈക്കാട്രിസ്റ്റുമാരൊക്കെ വന്ന് അവരെ വീക്ഷിച്ചിട്ടുള്ളതാണ്, നോക്കിയിട്ടുള്ളതാണ്. ഇവരേതെങ്കിലും മന്ത്രവാദികളുടെ അടുത്തോ അല്ലെങ്കിൽ ഈ ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയോ? തീർച്ചയായും അവർ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ പൂജയൊക്കെ നടത്തിയതാണ്. ആ പൂജ നടത്തി 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവർ വീണ്ടും എന്നെ വിളിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് പിന്നെയും വിളിച്ച് പറഞ്ഞ് ഇതേണക്ക് പറഞ്ഞത് കറക്റ്റാണ്, മരണം നടന്നു തൊട്ടടുത്ത് നമ്മൾ പ്രവചിച്ച കറക്റ്റായിരുന്നു. അവരുടെ അടുക്കളയുടെ ഭാഗത്തുള്ള അടുത്ത വീടാണ്. പിന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോയി എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത ആളും ഉൾപ്പെടെയാണ് വീട്ടിൽ പോകുന്നത്. അവർ 4-5 പേരുണ്ട്, എല്ലാം കൂടെ കുടുംബക്കാരെല്ലാം. ഞാൻ അന്ന് സോളിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താണ് ഈ സ്ത്രീയായിട്ടുള്ള ഒരു ബന്ധം ചോദിച്ചു. അത് ബന്ധമൊന്നും ആദ്യം പറയില്ല, എനിക്കൊന്നും പറയാനില്ല എന്നാണ് ഓട്ടോ റൈറ്റിങ്ങിൽ വന്നത്. എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ചോദ്യം ഇതായിരുന്നു, എന്താണ് ഈ സ്ത്രീയുമായിട്ടുള്ള കണക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ദേഷ്യത്തിലാണോ? ദേഷ്യത്തിലാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു അത് പറഞ്ഞല്ലേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു നയപരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു വന്നു. അപ്പോഴാണ് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ലവ് ആണ് ആ സ്ത്രീയായിട്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഈ കലണ്ടറിൽ നിന്ന് ദേവീദേവന്മാർ കിരീടമൊന്നും ഇല്ലാതെ ഇറങ്ങി വന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഒരു സ്ത്രീയാണ്. ആർക്കും പ്രണയം തോന്നുന്നവരാണ്. ആത്മാവിന് പ്രണയം തോന്നിയാൽ തെറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എന്തായിരുന്നാലും നിങ്ങൾ ഒരാത്മാവാണ്, അത് ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ ഇപ്പോൾ ഒരു രോഗാവസ്ഥ പോലെയാണ് അവരുടെ ഒരവസ്ഥ. കാരണം ഇങ്ങനെ നിങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരാരും വിശ്വസിക്കുന്നില്ല, അവരൊരു ഭ്രാന്തിയാക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം വേണം. അങ്ങനെ പറഞ്ഞ് ഒരു മനുഷ്യനെ നമ്മളെങ്ങനെ പറഞ്ഞ് ചെയ്യും അതുപോലെ മണിക്കൂറുകൾ എടുത്തോ ഇത് ഇങ്ങനെ ഒരു 2 മണിക്കൂർ എടുത്ത്? ഒരു ദിവസം തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ഇല്ല, 2 ദിവസമായിട്ടാണ് സംഭവിക്കുന്നത്. 2 ദിവസങ്ങളിലായിട്ട് അവരെ കാണാൻ പോകുന്നത് ഒരു ദിവസം, ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിലാണ് ഇത് ഇത്രയും നടക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആവശ്യം അവരിൽ നിന്നും? ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം നിങ്ങൾ ശരീരമില്ലാത്തവരാണ്, അവർ ശരീരമുള്ളവരാണ്. നിങ്ങൾക്ക് എവിടെ വേണോ എന്ത് വേണോ ആവാം, പക്ഷെ അവർക്കത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് എന്താണ് ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ചില ആൾക്കാർ വലിയ പൂജയും കാര്യങ്ങളൊക്കെയാണ് ആവശ്യപ്പെടുന്നത്, വലിയ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അയാൾ ചോദിച്ചത് അവരെ കൈകൊണ്ട് എന്തെങ്കിലും ഒരു മധുരം, അത് അവരെ കൈകൊണ്ട് തന്നെ അത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ച് നിങ്ങൾ മാറിപ്പോയി എന്ന് ഉള്ളതിന് എന്താണ് തെളിവ്? ആ തെളിവ് നമുക്ക് തരാൻ പറ്റുമോ? കാരണം നിങ്ങൾ പോകുന്നു എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ എനിക്കറിഞ്ഞാൽ മാത്രമല്ലല്ലോ, ആ സ്ത്രീക്ക് അറിയണം പ്രധാനമായിട്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന അവരുടെ ഹസ്ബൻഡുണ്ട്, മക്കളുണ്ട്, അവരെ പരിചയപ്പെടുത്തി തന്ന ആളുണ്ട്. ഇത്രയും പേരറിയണം. ഈ 4-5 പേരറിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും ബോധ്യമാവുള്ളൂ. അല്ലെങ്കിൽ അവർ പിന്നെയും അത് ഉണ്ട് എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കും. അത് ഞാനിവിടെ അടയാളം തന്നിട്ട് പോകാം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്തടയാളമാണ്? അതിന് യാതൊരു മറുപടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഒരു വലിയ 3 വിളക്ക് കത്തിച്ച് വയ്ക്കും, അതിൽ ഒരു വിളക്ക് അണച്ചിട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അതാണ് അടയാളം. അത് 2ാമത്തെ ദിവസമാണ് ആ ചെയ്യുന്നത്. ശരി, ഒരു വെള്ളിയാഴ്ച ഒരു പ്രത്യേക ദിവസം പറഞ്ഞു, വെള്ളിയാഴ്ച ഇരുന്ന്. അപ്പോൾ ആ ദിവസം നമുക്കിരിക്കാം എന്ന് പറഞ്ഞ് നമ്മളവിടെ പിരിഞ്ഞു. പിറ്റേ വെള്ളിയാഴ്ച അവിടെ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തു. അവിടെ പിത്തള വിളക്കും കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അതിൽ നിന്ന് തന്നെ ഒരു 3 വിളക്ക്, 2 അടി ഹൈറ്റിലുള്ള 3 വിളക്ക് ഇട്ട് വളരെയധികം എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ച് വെച്ചിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് ശരി, നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചാൽ പായസമാണ്, പാൽപ്പായസം. ആ സോളിന് വേണ്ടി ഒരു ചെയർ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇടാൻ പറഞ്ഞു, സോളിന് വേണ്ടി മാത്രം. എന്നിട്ട് അവിടെ അതിലൊരു വെള്ള തുണി വിരിക്കാൻ പറഞ്ഞു. വെള്ള തുണി വിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അയാൾക്കൊരു പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയാണ്. അവിടെ ഒരു ഇല കൊണ്ട് വെച്ചിട്ട് അതിൽ വിളമ്പാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്.
അപ്പോൾ അതിലൊരു തുമ്പല, ചെറിയ തുമ്പല വെട്ടി ഇട്ടു. ആ സ്ത്രീയുടെ അടുത്ത് ഞാൻ പറഞ്ഞ്, നിങ്ങൾ കണ്ണ് തുറക്കണ്ട, കണ്ണ് തുറക്കാതെ 3 പ്രാവശ്യം ആ പായസം അതിലേക്ക് ഒഴിക്കാൻ പറഞ്ഞു. 3ാമത്തെ കരണ്ടി ഒഴിക്കുമ്പോൾ നിങ്ങൾ കണ്ണ് തുറന്നു. ആൾ അവിടെ ഇരിപ്പുണ്ട്, കൊടുക്കാൻ പറഞ്ഞു. 2 കരണ്ടി ഒഴിക്കുമ്പോഴും കണ്ണടച്ചുകൊണ്ടാണ്. 3ാമത്തെ കരണ്ടി ഒഴിച്ച സമയത്ത് കണ്ണ് തുറന്നു വെച്ചാണ് ഒഴിച്ചത്. കാരണം ഈ 3ാമത്തെ പ്രാവശ്യമാണ് അയാൾ അവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞത്. അവരുടെ അടുത്ത് കണ്ണ് തുറക്കാൻ പറഞ്ഞു. അപ്പോൾ 3ാമത്തെ കരണ്ടി കണ്ണ് തുറന്നാണ് അവർ ഒഴിച്ചത്. ഒഴിച്ചിട്ട് എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വിളക്ക് അണയും, അണച്ചിട്ട് പോകും. ഇതിൽ ഒരു വിളക്ക് 3 പ്രധാന ഏത് വിളക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും അത് എനിക്കും അറിയില്ല. അത് ആത്മാവിന് മാത്രമേ അറിയൂ. അത് ആത്മാവിന് മാത്രമേ അറിയാവൂ. അപ്പോൾ 3ഉം ഒരുപോലെ എണ്ണ ഒഴിച്ച് നല്ല വീതി തിരിയിട്ട് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കാണ്. 3 ഒരുപോലെ കത്തിയിരിക്കുന്നു, ഫാനില്ല, കതവ് അടച്ചിട്ടിരിക്കുക, എല്ലാം ബന്ധോസാണ്. അതിൽ നടുക്ക് ഇരുന്ന വിളക്ക് അങ്ങണഞ്ഞു. അത് കഴിഞ്ഞ് പുറത്തൊരു പട്ടി കിടക്കുകയായിരുന്നു. ആ പട്ടിയെ ആരാ ചവിട്ടുന്നത് പോലെ ഒരു വിളി വിളിച്ച് പട്ടി എങ്ങോട്ടോ ഓടി. ഇതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ അതിനുശേഷം അവർ കണ്ടിട്ടേയില്ല. ഇപ്പോഴും അവർ ആ വീട്ടിൽ ഭദ്രമായി അവർ ജീവിക്കുന്നുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സന്തോഷം.